ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി കേക്കിൻ്റെ ഡിസൈനുമായിട്ട് വന്നിട്ടുള്ള കേട്ടോ. നമ്മൾ ഡെസ്ക് സ്റ്റാമ്പ് വെച്ചിട്ട് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പേര് എഴുതാന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫോണ്ടൻ്റ് വർക്കാണ് കംപ്ലീറ്റ്. അപ്പോൾ ഒരു വൈറ്റ് ഫോണ്ടൻ്റ് അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ടില്ലേ ഡൈ സ്റ്റാമ്പ്, അതിൽ ഓരോ ആൽഫബറ്റ് സ്മാൾ ലെറ്ററിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാപിറ്റൽ ലെറ്ററും അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഓരോ ലെറ്റർ ഇങ്ങനെ അതിൽ ഇളക്കിയെടുക്കാം നമുക്ക് കേട്ടോ. ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പേരിൻ്റെ ഓരോ ലെറ്ററും ഇളക്കിയെടുത്തിട്ട് അങ്ങനെ ഒരുമിച്ച് വെക്കുക. കറക്റ്റ് ആയിക്കണം നോക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വെച്ച് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് ഫൈസു എന്നാണ്. അപ്പോൾ ആ ഓരോ ലെറ്ററും ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ കൂട്ടി എഴുതൂലേ, കർസീവ് ലെറ്റർ കൂട്ടി എഴുതൂലേ, അതേപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. ഒന്നൊന്നിമ്പോൾ തട്ടുന്ന രീതിയിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരുമിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ വിരൽ വെച്ചിട്ട് തന്നെ ഒന്നാണ് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ മേലെയും താഴെയും പിടിച്ചിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ടൊന്ന് എടുക്കുമ്പോൾ എന്താവും ആ കറക്റ്റ് ആ ലെറ്ററിൻ്റെ ആ ഒരു അടയാളം അവിടെ വീണിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇത് താഴേക്ക് വേറൊരു പേരും കൂടി കൊടുക്കാണ്ട്, 2 പേരാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് അങ്ങ് വേറൊരു പേരും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്, ഫിൽസു. രണ്ട് പേരുണ്ടായതുകൊണ്ട് ഞാൻ വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഷീറ്റ് എടുത്തിട്ടുള്ളത് ഫോണ്ടൻറ്റിൻ്റെ പരത്തി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിൽ ഒരു പേരൊക്കെ ആകുമ്പോൾ പിന്നെ നീളങ്ങത്തിലൊരു പറ്റ പീസ് എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത് രണ്ടും പേര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കട്ടർ ഉണ്ട് ഫോണ്ടൻ്റെ, അത് വെച്ച് കട്ട് ചെയ്ത് ഒന്ന് ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വെച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ക്ലൗഡ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ചെറിയ പേരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊള്ളും. ഇത് ഇപ്പോൾ 2 പേരുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീളങ്ങത്തിലുള്ള ഈ കട്ടർ ഉപയോഗിച്ചത്. ഇത് നമ്മളെ ഫോണ്ടൻറ്റിൻ്റെ ഒക്കെ ബോർഡർ കട്ടറുകൾ കേട്ടോ. ഇതിൻ്റെ പല ഡിസൈനും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ ബ്രഷ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും കേട്ടോ, ആൽഫബറ്റിൻ്റെ കൂടെ തന്നെ കിട്ടും ഈ ബ്രഷ്. അപ്പോൾ ഡസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ പേരിൻ്റെ ആ ലെറ്ററിൻ്റെ അടയാളം വീണില്ല, അവിടെ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ എന്തെങ്കിലും എസൻസോ എന്തെങ്കിലും ഓയിലൊക്കെ ചേർത്തിട്ട് ലിക്വിഡാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഗോൾഡൻ്റെ ലിക്വിഡ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ലിക്വിഡ് ആകുമ്പോൾ പിന്നെ ഒന്ന് നമുക്ക് അതിക്ക് കൂട്ടി കൊടുക്കണ്ട, ജസ്റ്റ് 1-2 ഡ്രോപ്സ് എടുത്തിട്ട് അങ്ങനെ ബ്രഷ് കൊണ്ട് ഡയറക്റ്റ് കൊടുക്കാനുള്ളൂ. ഇത് ഇങ്ങനെ ഓരോ ലിറ്ററിലും കൊടുത്ത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. കണ്ടില്ലേ, ഫൈസു ആൻഡ് ഫിൽസു. ഇനി നമുക്ക് കേക്കിലേക്ക് അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിലേക്ക് കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ടോപ്പീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കട്ടർ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റാർസ്, വലിയ സ്റ്റാർ, ചെറിയ സ്റ്റാർ, ക്ലൗഡ്സ്, പിന്നെ നമ്മളൊരു 3 പിന്നെ എല്ലാവർക്കും അറിയില്ല റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് റൗണ്ട് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം റെഡി. അത് അവിടെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അത് ക്ലൗഡ് വേറൊരു മോഡൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഈ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഓരോ ബാലൻസ് പീസുകളൊക്കെ വരുമല്ലോ, അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ബോളാക്കിയതാണ്. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഒരു വൈറ്റ് ഫോണ്ടൻറ്റ് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ ഈ ഉള്ളിലത്തെ പാർട്സ് കാണൂല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പീസാണ് വെച്ചത് ഞാൻ. ഓക്കെ, അതിങ്ങനെ മെല്ലെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഷേപ്പ് ശരിക്കും ഇങ്ങനെ കാണണം. എക്സസ്സുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേക്ക് കവർ ചെയ്യില്ല, അതേപോലെ ഒരു കവറിങ്. ഷേപ്പ് ഒന്നും കൂടി കറക്റ്റായി കിട്ടാൻ ഞാൻ ഈ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. ഇപ്പോൾ മഴ ഉള്ള സമയമുണ്ട്, ഈ ട്രയൽ നിരത്തി വെക്കണം കേട്ടോ. ഇനി നമ്മൾ കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐസിംഗ് ഒന്നും കാണിച്ചിട്ടില്ല. പിങ്കും ബ്ലൂവും കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രോബെറിയാണ് ഉള്ളിലിട്ട് സ്പഞ്ച് കൊടുത്തിട്ടുള്ള സ്ട്രോബെറിൻ്റെ സ്പഞ്ചാണ്.
സ്ട്രോബറിൻ്റെ സ്പഞ്ചൊക്കെ ഇതിന് മുൻപ് വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് കാണിക്കാത്തത്. നമ്മൾ മൂന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ക്ലൗഡ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നും ആദ്യം സ്റ്റിക്ക് കൊടുത്തിട്ട് പിന്നെ ക്ലൗഡിൻ്റെ മേലേക്ക് ഇറക്കിയതാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് സെൻറ്ററിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലൗഡ്സിനൊക്കെ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ സ്റ്റാറുകൾ കട്ട് ചെയ്തിട്ടില്ല, അതും കുറച്ച് ചിലതിമിലൊക്കെ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നമുക്ക് സൈഡിലൊക്കെ കൊടുക്കാം. സ്റ്റിക്ക് കൊടുക്കാനുള്ള കുറച്ച് കട്ടിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. സൈഡിൽ കൊടുക്കാനുള്ളത് കുറച്ചൊന്ന് ഷീറ്റ് ഒന്നും കൂടി പരത്തിയിട്ട് തിന്നാക്കിയിട്ടാണ് എടുത്തത് കേട്ടോ. സൈഡിൽ കൊടുക്കുന്നത് അത്യാവശ്യം തിന്നിലേ കൊടുക്കുക, അല്ല ഇങ്ങനെ സ്ലിപ്പായി അടിയിലേക്ക് ഇങ്ങനെ ആ വെയിറ്റ് താങ്ങാതെ അടിയിലേക്ക് ഇങ്ങനെ കീഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സൈഡിൽ പേരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. സൈഡിൽ നമ്മൾ ഷീറ്റിൽ പേരൊക്കെ റെഡിയാക്കി വെച്ചില്ലേ, അത് സൈഡിൽ അതേപോലെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ ലൈനിൽ കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പേര് സൈഡിൽ കൊടുത്തിട്ട് പിന്നെ ആ ഗോൾഡൻ ഫ്ലേക്സ് ആണ് ഈ സൈഡിൽ ഇത് കാണിക്കുന്നത്. പിന്നെ ആ സ്റ്റാറൊക്കെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക്. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ മൂന്നുമ്മൽ ഒരു ഫേസൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസൊക്കെ വരച്ചിട്ടുണ്ട്, നമ്മൾ എഡിബിൾ പെന്ന് വെച്ചിട്ട് ചെയ്താണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.